Okay, so let's start with that important question as I told earlier in the previous video. So, question idana. A given connected graph G is an Euler graph if and only if all the vertices of G are of even degree, or state and prove the necessary and sufficient conditions for a graph to be Euler. സോ ഒരു ഗ്രാഫ് ജി ഉണ്ട് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ആൻഡ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഓയിലർ ഗ്രാഫ് ആവും. എപ്പോ ആണ് ഇത് ഓയിലർ ഗ്രാഫ് ആവുക? ഇതിന് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ ദ വേർട്ടിസസ് ഓഫ് ജി ആർ, ഇതിലെ എല്ലാ വേർട്ടിസസും എന്താണ് ഈവൻ ഡിഗ്രി ആണെങ്കിൽ മാത്രമാണ് എന്താവുക ഇതെന്ന് പറയുന്നത് ഒരു ഓയിലർ ഗ്രാഫ് ആവുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കും, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒന്നെങ്കിൽ എന്താണ് നെസസറി കണ്ടീഷൻസ്, നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് എന്താണ് ഒരു ഓയിലർ ഗ്രാഫ് ആവാൻ വേണ്ടിയുള്ളത് എന്ന് ചോദിക്കും. ഓക്കെ, സോ അത് ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഈ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. സോ ഞാൻ അത് സിമ്പിളായിട്ട് കൺസെപ്റ്റ് പറഞ്ഞുതരാം. സപ്പോസ് ദാറ്റ് ജി ഈസ് ആൻ ഓയിലർ ഗ്രാഫ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ജി എന്ന് പറയുന്നത് ഒരു ഓയിലർ ഗ്രാഫായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇത് ഓയിലർ ഗ്രാഫാക്കി എടുത്തേ. ദെൻ ജി കണ്ടെയ്ൻസ് ആൻ ഓയിലർ ലൈൻ. ഇത് ഓയിലർ ഗ്രാഫ് ആണെങ്കിൽ എന്തായാലും ജിക്ക് എന്തുണ്ടാവും, ഓയിലർ ലൈൻ ഉണ്ടാവും അല്ലേ? ഓക്കെ, നമ്മൾ ഓയിലർ ലൈനായി. വൈൽ ട്രേസിങ് എ വാക്ക് എവറി ടൈം ദ വാക്ക് മീറ്റ്സ് എ വെർട്ടെക്സ് വി. നമ്മളിങ്ങനെ ഗ്രാഫിൽ കൂടെ ട്രേസ് ചെയ്ത് പോണ സമയത്ത് വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർട്ടെക്സിൽ എപ്പോഴും മീറ്റ് ചെയ്യും. ഇറ്റ് ഗോസ് ത്രൂ ടു ന്യൂ എഡ്ജ് ഇൻസിഡൻസ് ഓൺ വിത്ത് one enters V and other exists. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ വി എന്ന് പറഞ്ഞ വെർട്ടെക്സ്. ഇങ്ങനെ വരുന്നതും പോകുന്നതും, അതായത് വിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒരു വെർട്ടെക്സ് എഡ്ജ് വഴിയും പുറത്തേക്ക് പോകുന്നത് വേറൊരു എഡ്ജ് വഴി ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ട്രൂ നോട്ട് ഓൺലി ഫോർ ഓൾ ദ ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ബട്ട് ഓൾസോ ഫോർ ടെർമിനൽ വെർട്ടെക്സ്. ഇതെന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് വേർട്ടെക്സിന്റെ കാര്യം മാത്രമല്ല, ഇതെന്ന് പറയുന്നത് ടെർമിനൽ വേർട്ടെക്സിനും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, വേർട്ടെക്സിനും അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ദസ് ഇഫ് ജി ഈസ് ആൻ ഓയിലർ ഗ്രാഫ്, ഓക്കെ, ഓൾ ദ വേർട്ടെക്സ് ഓഫ് ജി ആർ ഓഫ് ഈവൻ ഡിഗ്രി. ഇതെന്ന് പറയുന്നത് ഓയിലർ ഗ്രാഫ് ആണെങ്കിൽ എന്തായിരിക്കും, എല്ലാത്തിൻ്റെയും ഡിഗ്രി പറയുന്നത് എന്താ, ഈവൺ ആയിരിക്കും ഒബ്വിയസ്ലി അല്ലേ? ഇതാണ് ആദ്യത്തെ കേസ് നമുക്ക് പറയേണ്ടത്. അതായത് ഇത് നെസസിറ്റി കണ്ടീഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ജി എന്ന് പറയുന്നത് നമ്മൾ ഓയിലർ ഗ്രാഫാക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓയിലർ ലൈൻ ആയിരിക്കും. ഈ ഗ്രാഫിത്തെ വേർട്ടെക്സിൽ കൂടെ നമ്മൾ ഇങ്ങനെ ട്രേസ് ചെയ്ത് പോണ വഴിയിൽ എപ്പോഴും വി എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഇൻസിഡൻ്റ് ആവുന്നുണ്ട്. സോ ഈ വി പറഞ്ഞ ഈ വെർട്ടെക്സിക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും എന്താണ് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും അല്ലേ? രണ്ട് എഡ്ജായിട്ട് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് വേർട്ടെക്സിനും ടെർമിനൽ വേർട്ടെക്സിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓയിലർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈവൺ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെസസിറ്റി കണ്ടീഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പറയേണ്ടത് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ്. ടു പ്രൂവ് ദ സഫിഷ്യന്റ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യും, assume that the vertex of the graph are of even degree. നമ്മൾ നെസസിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ സഫിഷ്യൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി എടുക്കും, ഈവൻ ഡിഗ്രി ആക്കി എടുക്കും. ഓക്കെ ആണോ? വി കൺസ്ട്രക്ട് എ വാക്ക് സ്റ്റാർട്ടിങ് ഫ്രം ആൻ ആർബിട്രറി വേർട്ടെക്സ് വി. നമ്മൾ വി എന്ന് പറഞ്ഞിട്ടുള്ള ആർബിട്രറി വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദിസ് വാക്ക് ഗോസ് ത്രൂ ദ എഡ്ജസ് ഓഫ് ജി സച്ച് ദാറ്റ് നോ എഡ്ജസ് ട്രേസ് മോർ ദാൻ വൺസ്. അതായത് എഡ്ജ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. എഡ്ജ് റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, ഒറ്റ വട്ടേ ട്രേസ് ചെയ്യുള്ളൂ. കണ്ടിന്യൂ ദ ട്രേസിങ് ആസ് ഫാർ ആസ് പോസിബിൾ.
നമുക്ക് പറ്റുന്നോളം ട്രേസ് ചെയ്ത് പോവാം. സിൻസ് എവറി വേർട്ടെക്സ് ഈസ് ഓഫ് ഈവൻ ഡിഗ്രി, എല്ലാതും ഈവൻ ഡിഗ്രി അല്ലേ, we can exist from an A vertex we entered and tracing is stopped at the vertex V. ഓക്കെ, നമ്മളൊരു വേർട്ടെക്സിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് എത്തും എന്നാണ് പറയുന്നത്. ഇഫ് ദ ക്ലോസ്ഡ് വാക്ക് എച്ച് വി ട്രേസ്ഡ് ഇൻക്ലൂഡ് ഓൾ ദ എഡ്ജസ് ഓഫ് ജി, നമ്മുടെ എച്ച് ഉണ്ടല്ലേ, അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, ഇതിൽ നമ്മൾ ട്രേസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇവിടെ നിന്ന് ട്രേസ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ട്രേസ് ചെയ്ത് തുടങ്ങി. ഇവിടെ നിന്ന് ട്രേസ് ചെയ്ത് ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. ഓക്കെ, ഞാൻ തിരിച്ച് എൻ്റെ തുടങ്ങിയ വേർട്ടെക്സിലേക്ക് എത്തി. സോ ഇതിപ്പോൾ എന്തായി, ഇങ്ങനെ ഒരു സാധനം കിട്ടിയല്ലേ എനിക്ക്. ഇത് ഞാൻ എച്ച് ആക്കി എടുത്തു. ഓക്കെ ആണോ? സോ ഒബ്വിയസ്ലി എന്താ ബാക്കിയുള്ള ഈ ഒരു ഭാഗം ഇല്ലേ, ഇതെന്ന് പറയണത് എന്തായിരിക്കും, എച്ച് ഡാഷ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ട്രേസ് ചെയ്ത എല്ലാ എഡ്ജസും കയറ്റിയപ്പോൾ ഇവിടെ എച്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടി. ദെൻ ജി ഈസ് ആൻ ഓയിലർ ഗ്രാഫ്. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ, അതായത് ഇവിടെ പോയി തിരിച്ച് ഇവിടെ എത്തുവാണെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു ഓയിലർ ഗ്രാഫാണ്. ഇഫ് നോട്ട്, remove all the edges in H and obtain a subgraph G dash formed by remaining edges. So ബാക്കിയുള്ള എഡ്ജസ് വെച്ചിട്ട് നമുക്ക് എന്താണ് എച്ച് ഡാഷ് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും. സിൻസ് ഓൾ ദ വേർട്ടെക്സ് ഓഫ് ജി ആൻഡ് എച്ച് ആർ ഓഫ് ഈവൻ ഡിഗ്രി, നമ്മൾ ജി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത എല്ലാതും ഈവൻ ഡിഗ്രി ആയ കാരണം കൊണ്ടും, അതേപോലെ തന്നെ ജി ഡാഷ് കൊണ്ട് എച്ച് ഡാഷ് കൊണ്ട് ഉണ്ടാക്കിയതും ഈവൻ ഡിഗ്രി ആണോ, ഇവിടെയും ഈവൻ ഡിഗ്രിയാണ്, ഇവിടെയും ഈവൻ ഡിഗ്രിയാണ്. ഓക്കെ, അതിൻ്റെ also there will be at least one vertex common to H and H dash. ഇതിന് കോമൺ ആയിട്ട് ഒരു വെർട്ടെക്സിലും എന്തുണ്ടാവും, ഉണ്ടാവും എന്നാണ് പറയുന്നത്, എച്ചിനും എച്ച് ഡാഷിനും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ കോമൺ ആയി കിട്ടിയ സാധനം ഇല്ലേ, ഇതിനെ എ എന്ന് പറഞ്ഞെടുത്തൂടെ. again construct a new walk from A in H. എച്ചില് എച്ച് ഡാഷിൽ നിന്ന് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു walk ഉണ്ടാക്കാനാണ് പറയണത്. ഓക്കെ, സിൻസ് ഓൾ ദ വേർട്ടെക്സ് ആർ ഓഫ് ഈവൻ ഡിഗ്രി ദിസ് വാക്ക് മസ്റ്റ് ടെർമിനേറ്റ് അറ്റ് എ. നമ്മൾ ഈവൻ ഡിഗ്രി ആയത് കാരണം കൊണ്ട് എയിൽ വെച്ച് അവസാനിക്കും ഇത്. ദിസ് വാക്ക് ഈസ് എച്ച് ഡാഷ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് എച്ച് ഫോമിങ് എ ന്യൂ വാക്ക്. നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് പുതിയ വാക്ക് ഉണ്ടാക്കിക്കൂടെ. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് അറ്റ് വി എന്ന് പറഞ്ഞ വേർട്ടെക്സിലായിരിക്കും ഇത് എൻഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് എച്ചിലെ ഹാസ് മോർ എഡ്ജസ് ദാൻ എച്ച്, എച്ചിനേക്കാൾ എഡ്ജസും ഉണ്ടായിരിക്കും. ദിസ് പ്രോസസ് ക്യാൻ ബി റിപ്പീറ്റഡ് അൺടിൽ എ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് വാക്ക് ആവുന്നത് വരെ. ഓക്കെ, ഓൾ ദ എഡ്ജസ് ഓഫ് ജി, ദസ് ജി ഈസ് ആൻ ഓയിലർ ഗ്രാഫ്. ഡി എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മൾ ഇതിങ്ങനെ വാക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും, എന്നിട്ട് റിമൂവ് ചെയ്യും, അടുത്ത സെറ്റിന് എടുക്കും, റിമൂവ് ചെയ്യും. ഇതിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, അത് പറയണത് കോമൺ ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എടുക്കുന്നത്. കോമൺ ആയിട്ടുള്ളത് എടുത്തതിന് ശേഷം വി ജസ്റ്റ് കീപ്പ് ഇറ്റ്. അതിങ്ങനെ റിമൂവ് ആക്കി വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഒന്നും ഇല്ലാണ്ടാവും. അതായത് ക്ലോസ്ഡ് വാക്കായി വരും, നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ വേറെ വഴിയില്ലാണ്ടായി വരും. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും, ഓയിലർ ആണ് ഈ ഗ്രാഫ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത്. ഇനി സോ ഇതെന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ഇതൊന്ന് ജസ്റ്റ് ഈ ഡയഗ്രാം വെച്ചൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. സോ ഇതൊന്ന് മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആൻസർ ചെയ്യുക. ഈവൻ ഡിഗ്രിയുടെ കാര്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സഫിഷ്യൻറ്റ് ആൻഡ് നെസസറി കണ്ടീഷൻസ് 2 പാർട്ടാണ് ഇതിൽ. സോ അത് അങ്ങനെ തന്നെ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. സോ ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മേ ബി ഇത് യു ഷുഡ് ബി വെരി കെയർഫുൾ വെൻ ഡീലിംഗ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. കുറച്ചുകൂടി ഉള്ളൂ നമുക്ക് ഈ മൊഡ്യൂള്. സോ ലെറ്റ്സ് സ്റ്റേ ഫോക്കസ്ഡ്. ഈ ക്വസ്റ്റ്യൻ കൂടിയാണ് ഒരു ഇച്ചിരി കുറച്ച് പ്രശ്നമുള്ളൊരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുള്ള ഭാഗങ്ങളാണ് പിന്നെ വരുന്നത്. സോ അത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു ഇച്ചിരി കുറച്ച് പ്രശ്നമുള്ളൊരു ഭാഗമാണ്, പക്ഷേ ലെറ്റ്സ് ഡൂ ദിസ്. ഓക്കെ, ഭയങ്കര എളുപ്പമായിട്ട് ഞാൻ തീർത്തുതരാം. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, സോ നമ്മുടെ ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു തരാം.
In a complete graph with n vertices, n minus 1 by 2 edge disjoint Hamiltonian circuits if n is an odd number greater than or equal to 3. Okay, so നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആൻഡ് ഇതിന് എന്തുണ്ട്? n vertices ഉണ്ട്. ഓക്കെ, ഇതിൽ എന്താ പറയണേ? n മൈനസ് 1 by 2 എഡ്ജ് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, ഇഫ് n is an odd number, ഇതിലെ n എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കാം. അത് വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ n എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഓക്കെ ആണോ? നമുക്കപ്പോൾ പ്രൂഫിക്ക് കിടക്കാം. ഓക്കെ, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ജി ഉണ്ട്. നമുക്ക് തന്ന സാധനങ്ങൾ എഴുതി വെക്കണ്ടേ? സോ നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ഗ്രാഫ് ഉണ്ട്. കംപ്ലീറ്റ് ഗ്രാഫ് ജി ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൽ n വേർട്ടസസ് ഉണ്ട്. ആൻഡ് പിന്നെ എന്താ പറയണേ? ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എഡ്ജസ് ഉണ്ടാവും നമുക്കറിയാം അല്ലേ? n ഇൻറ്റു n മൈനസ് 1 by 2 എഡ്ജസ് ആണ് ഇതിനുള്ളത്. ഓക്കെ, ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് in G has n edges. So നമ്മുടെ കയ്യിലൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ട് ജിയിൽ. അതിന് എത്ര എഡ്ജസ് അല്ല? അതിന് n എഡ്ജസ് ആണ് ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ, ദ നമ്പർ ഓഫ് എഡ്ജ് ഡിസ്ജോയിന്റ് സർക്യൂട്ട്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്പർ ഓഫ് എഡ്ജ് ഡിസ്ജോയിന്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? n മൈനസ് 1 by 2നേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. n മൈനസ് 1 by 2നേക്കാൾ എന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ലെറ്റ്സ് അസ്യൂം ലെറ്റ് 1 2 3 n വരെ ഉണ്ട്. ഇതാണ് നമ്മുടെ എന്ത് വെർട്ടെക്സ് എന്ന് വിചാരിക്കുക ജിയിലെ. ആൻഡ് ഇതിലെ ഓരോ പോയിന്റ്സിനെയും നമ്മൾ എന്താക്കി എടുക്കുക? പോയിന്റ്സിനെയും സർക്കിളിൽ നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, സോ ഞാൻ അവിടെ ഫിഗർ വരച്ച് കാണിച്ചു തരാം. വെരി ബാഡ് അറ്റ് ദിസ്. ഞാനപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഇവിടെ സെൻറ്ററായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ സെൻറ്റർ. സോ ഐ എം ബാഡ് അറ്റ് ദിസ്. അത് ഇങ്ങനെ തന്നെ വരയ്ക്കണ്ട എന്ന് വിചാരിക്കും. Oh shit, I should touch and really keep on trying. Right. സോ നമുക്ക് മാർക്ക് ചെയ്യാൻ തുടങ്ങാം.
സോ ഇത് നമുക്ക് 1 ആക്കി എടുക്കാം. ഇവിടെ ഞാൻ 2 ആക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴേക്ക് ഈവൻ നമ്പേഴ്സും മേലേക്ക് ഓടുമാണ് എഴുതേണ്ടത്. അതായത് 3, 4, 5, 6, 7 അങ്ങനെ പോകണം. ഇവിടെ എന്ത് വരും? ഇവിടെ ഓടാണേ. സോ n-1, n-2 അങ്ങനെ പറഞ്ഞ് എഴുതി പോകണം. ഓക്കെ, ഇവിടെ ഓടും, ഇവിടെ ഇവൺ ആണ് വരുന്നത്. സോ അത് കീപ്പ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, അത് മറക്കരുത് ഒരിക്കലും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു പോളിഗണൽ പാറ്റേൺ ആണ്. പോളിഗണൽ പാറ്റേൺ ആണ്. ഓൾവേസ് റിമെമ്പർ ദിസ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഫിഗർ വരച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, സോ ഇതിലെ വേർട്ടെക്സോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻ ദിസ് ഫിഗർ എ പോളിഗണൽ പാറ്റേൺ. So in this figure നമ്മളൊരു പോളിഗണൽ പാറ്റേൺ ഫ്രം 1 to n വരെയാണ് ഉള്ളത്. ഈ സർക്യൂട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാ വേർട്ടെക്സും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് 1, 2, 3 തൊട്ടിട്ട് n-1 വരെ ആയിരിക്കും ഇതിലുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഈ പോളിഗണൽ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിഗണൽ പാറ്റേണിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം വെച്ച് കഴിഞ്ഞാൽ 1 into 360 by n-1, 2 into 360 by n-1, 3 into 360 by n-1. നമുക്കിത് ഇങ്ങനെ പോയതിന് ശേഷം n-3 by 2 into 360 divided by n-1 എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത്? ഇതിൻ്റെ ഡിഗ്രീസ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇതിനെ തിരിച്ചിട്ടുണ്ടാവുക, ഡിഗ്രീസിൽ തിരിച്ചിട്ടുണ്ടാവുക. Each of n-2 rotation reduces a Hamiltonian circuit that has no edges in common with any of the previous ones. അതായത് ഇത്ര ടൈംസ് ഇല്ലേ, നമ്മൾ ഓരോ വട്ടവും നമ്മൾ ഈ ഇത്ര റൊട്ടേഷൻ വെച്ച് നടത്തുമ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യണത്. ഓരോ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കോമൺ ആയി വരുന്ന ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സിനെ റെഡ്യൂസ് ചെയ്ത് കളയും, മുമ്പത്തെ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്ത് കളയാണ് ചെയ്യണത്. ദാറ്റ്സ് ദെർ ആർ എത്ര, അതുകൊണ്ട് തന്നെ ഇത്രയും നമ്പർ ഓഫ് എന്താണ് ലൂക്ക് ഹാമിൽട്ടോണിയൻ എഡ്ജ് ഡിസ്ജോയിന്റ് സർക്യൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. എഡ്ജ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതൊന്ന് ഓർത്ത് വെക്കണേ. n-1, n-3 by 2 ആണ് ആ നമ്പർ. ഓക്കെ, നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാവും. ഓൾസോ എഡ്ജ് ഡിസ്ജോയിന്റ് അമംഗ് ദംസെൽഫ്, ഇതെന്ന് പറയുന്നത് സ്വന്തമായിട്ടും എഡ്ജ് ഡിസ്ജോയിന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ദെർ ആർ എക്സാക്ട്ലി എത്ര നമ്പർ ഓഫ് n-3 by 2 plus 1. കാരണം അത് ഇറ്റ് ഈസ് സെൽഫ് എഡ്ജ് ഡിസ്ജോയിന്റ്, അതായത് എഡ്ജ് ഡിസ്ജോയിന്റ് among themselves. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ +1 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? n-2, n-1 by 2 എഡ്ജ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സർക്യൂട്ട്സ് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതണം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത്. കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫാണ്. സോ ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. അപ്പോൾ ഇതിൽ എന്താ നടക്കണമെന്ന് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. സോ ആദ്യം നമ്മൾ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ഉണ്ട്. നമുക്കറിയാം n വേർട്ടിസസും എത്ര എഡ്ജ് ഉണ്ടാവും? n×n-2, n-1 by 2 എഡ്ജസ് ഉണ്ടായിരിക്കും. നമ്മൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് G എടുക്കുകയാണെങ്കിൽ n നമ്പർ ഓഫ് എഡ്ജസ് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജ് ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ n-1 by 2 എക്സീഡ് ചെയ്യാൻ പാടില്ല. നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് n വരെയുള്ള വേർട്ടെക്സ് എടുക്കുകയാണ്. ഈ വേർട്ടെക്സിനെ നമ്മൾ സർക്കിളിലെ പോയിന്റ്സ് ആക്കി വെക്കുകയാണ്. ഇതിൽ ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, ഓൾട്ടർനേറ്റീവ് ആയിട്ട്. ആൻഡ് ഇവിടെ
താഴേക്ക് ഈവൻ നമ്പേഴ്സും മേലേക്ക് ഓഡ് നമ്പേഴ്സും. 1 ഇവിടെ നടുക്കുന്നാണ്, സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ n-1 n-2. ഇതൊരു പോളിഗണൽ പാറ്റേൺ ആണ്. സോ നമ്മൾ എല്ലാ വെർട്ടെക്സും ഇതിൽ നിറച്ചതിന് ശേഷം നമ്മൾ ഈ പോളിഗണൽ പാറ്റേണിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. 1 × 360/n-1, 2 × 360/n-1, അങ്ങനെ പറഞ്ഞ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. n-3/2 ആണ് നമ്പർ ഓഫ് റൊട്ടേഷൻസ് വരുന്നത്. ഈ റൊട്ടേഷൻസ് ചെയ്യുന്നത് വഴി കോമൺ ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ്, എഡ്ജ് വരുന്ന ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. സോ n-3/2 നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതെന്ന് പറയുന്നത് സെൽഫ് ഡിസ്ജോയിൻറ്റ് അമംഗ് ദംസെൽഫ് ആണ്. അതുകൊണ്ട് നമുക്ക് n-3/2 + 1, സോ ദർ വിൽ ബി n-1/2 ഹാമിൽട്ടോണിയൻ എഡ്ജ് ഡിസ്ജോയിൻറ്റ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ഉണ്ടാവുന്നതാണ് ഈ പ്രൂഫ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ ആണോ? ഓക്കെ. സോ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. സോ ഐ വാണ്ട് ഇറ്റ് ടു ബി വെരി ക്ലിയർ ടു എവ്രി വൺ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് തിയറംസ് ആണ് പഠിക്കണം. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് നേരം ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഞാൻ പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ആദ്യത്തെ ഓർസ് തിയറമാണ്. ഓർസ് തിയറം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഒരു സിമ്പിൾ ഗ്രാഫ് വിത്ത് n greater than or equal to 3 vertices is Hamiltonian if the sum of degrees of every pair of non-adjacent vertices is greater than or equal to n. ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗ്രാഫാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗ്രാഫാണ്. ആൻഡ് ഇതിൻ്റെ ഒരു കാര്യം, n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വേർട്ടെക്സ് ആണ്. ഓക്കെ, ദിസ് എന്താണ്? ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇതെങ്ങനെയാവുക? ഇഫ് ദ സം ഓഫ് ഡിഗ്രീസ് of every pair of adjacent vertices, degrees of every pair of adjacent vertices non-adjacent vertices, every pair of non-adjacent vertices is greater than or equal to n. ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ള കേസ് വരുമ്പോഴാണ് ഇത് ഓർസ് തിയറം പ്രൂവ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗ്രാഫാണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വരണം. എപ്പോഴാണ് ഇത് ഹാമിൽട്ടോണിയൻ ആവണത്? ഇഫ് the sum of degrees of all the pair of adjacent vertices is greater than or equal to n. എന്നേക്ക് വലുതായി വരുമ്പോഴാണ്. ഇതിനെ ബേസ് ചെയ്ത് വരുന്ന വേറൊരു തിയറാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഇസ് ഡിറാക്സ് തിയറം. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. സോ ഇറ്റ് ഷുഡ് ബി വെരി തെറോ. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ ഷുഡ് ബി വെരി തെയർ. ഇതിനെ ബേസ്, ഈ ഓർസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിറാക്സ് തിയറം ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. Keep that in mind. Okay. Sorry. I just... Okay. Yeah. So, നമുക്ക് ഡിറാക്സ് തിയറം തുടങ്ങാം. സോ നമ്മൾ ആദ്യം a simple graph with n greater than 3 vertex is Hamiltonian if the degree of every vertex is greater than or equal to n-2. ഒരു സിമ്പിൾ ഗ്രാഫ് ഉണ്ട്. ആൻഡ് ഇതിന് n greater than or equal to 3 vertex ആണ്. ആൻഡ് ഇത് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ, ഗ്രാഫ് ആവണമെങ്കിൽ what you have to do? If the degree of every vertex is greater than or equal to, if degree of all the vertex എന്ന് പറയുന്നത് greater than or equal to n/2 ആയിരിക്കണം. n/2നേക്കാൾ greater than or equal to ആയിരിക്കണം എല്ലാ വേർട്ടെക്സും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത് ഹാമിൽട്ടോണിയൻ ആവത്തുള്ളൂ. ഇതിൻ്റെ പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, പ്രൂഫ് യു ഷുഡ് സ്റ്റഡി. ഓക്കെ, ഇഫ് ജി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗ്രാഫാണ് വെക്കാം. സിമ്പിൾ ഗ്രാഫാണെന്ന് വെക്കാം. ഓക്കെ, സിമ്പിൾ ഗ്രാഫാക്കി വെച്ചില്ലേ? വിത്ത് n vertices, നമുക്ക് n vertices ഉണ്ട്. വിത്ത് ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2. നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 ആയിരിക്കണം. Then the sum of degree of every pair of non-adjacent vertex in G is greater than or equal to n by Or's theorem. അങ്ങനെയാണെങ്കിൽ നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് നോൺ അഡ്ജസൻ്റ് വേർട്ടെക്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണെന്ന് നമുക്ക് എന്ത് തിയറം വഴി? ഓർസ് തിയറം വഴി അറിയാം അല്ലേ? തിയറം വഴി അറിയാം. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 vertex is Hamiltonian. ഇത് നമ്മുടെ മറ്റേ ഗ്രാഫിന്റെ സെന്റൻസ് ആണ്. ഇഫ് ദ സം ഓഫ് ദ ഡിഗ്രീസ് ഓഫ് എവറി പെയർ ഓഫ് നോൺ അഡ്ജസൻ്റ് വേർട്ടെക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, അങ്ങനത്തെ കേസ് ആണെങ്കിൽ ബൈ ഓർസ് തിയറം ഇതെന്ന് പറയുന്നത് എന്താണ്? ഹാമിൽട്ടോണിയൻ ആണ്. ഇത്രയല്ലോ ഡിറാക്സ് തിയറം പറയുന്നത്. ഡിറാക്സ് തിയറത്തിൽ ആദ്യമൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 എന്നുള്ള കേസ് വരുന്നുണ്ട്. ഡിഗ്രി കൂടുതലാവണമെങ്കിൽ നമുക്ക് ഇതറിയാലോ, ഇത് നമ്മൾ ഓർസ് തിയറം വഴി പഠിച്ചു. അപ്പോൾ അത് ജസ്റ്റ് ഫോക്കസ് ചെയ്താൽ മതി. നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദ കോൺവേഴ്സ് ഓഫ് ഓസ് തിയറം ആൻഡ് ഡിറാക്സ് തിയറം ആർ നോട്ട് നെസസറിലി ട്രൂ. ഓക്കെ, നമ്മുടെ ഡിറാക്സ് തിയറത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഓസ് തിയറത്തിൻ്റെയും കോൺവേഴ്സ് എന്ന് പറയുന്നത് ട്രൂ ആവണമെന്നില്ല. നോട്ട് നെസസറിലി ട്രൂ എന്നാണ് കൊടുത്തിരിക്കണം. ഇതിനെന്താ കാരണത്താണ് ചോദിക്കണം. ട്രൂ, ഇതെന്താ അങ്ങനെ വരാൻ കാരണം? വി ക്യാൻ ഷോ ദിസ് മീൻസ് ഓഫ് എൻ എക്സാമ്പിൾ. ഞാനൊരു എക്സാമ്പിൾ വഴിയാണ് നമ്മളിത് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമ്മൾ 2 റെഗുലർ ഗ്രാഫ് എടുക്കുവാണേ. 2 റെഗുലർ ഗ്രാഫ് നമ്മളിപ്പോൾ എടുത്തു. ഓക്കെ ആണോ? വിത്ത് n is equal to 5. ഓക്കെ, നമ്മുടെ വേർട്ടെക്സ് എന്ന് പറയുന്നത് n is equal to 5 ആക്കി എടുത്തു. അപ്പോൾ നമുക്ക് റെഗുലർ ഗ്രാഫ് വരക്കാം ഇവിടെ. ഓക്കെ, 2 റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 2 വരുന്ന റെഗുലർ ഗ്രാഫ് എന്നാണ് പറഞ്ഞാൽ 5 വേർട്ടെക്സ് വന്നു. ഇതിൻ്റെയൊക്കെ ഇതെന്താ 2 അല്ലേ? അതാണ് പറയുന്നത്. This graph is Hamiltonian. The degree of every vertex is 2. But നമ്മൾ n/2 എന്ന് പറഞ്ഞ കേസ് എടുക്കുമ്പോൾ 5/2 is equal to 2.5 അല്ലേ പറഞ്ഞേ? Which is not എന്താണ് 2-നേക്കാൾ ഗ്രേറ്റർ ആണോ ഇത്? 2.5 എന്ന് പറയണത് അല്ല. സോ ദാറ്റ് ഇത് തെറ്റാണ്. സോ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, ഇത് തെറ്റാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി അടുത്തത്, ദ സം ഓഫ് ഡിഗ്രീസ് ഓഫ് എവറി പെയർ ഓഫ് നോൺ അഡ്ജസൻ്റ് വെർട്ടെക്സ്. എല്ലാത്തിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് 2 + 2 എന്ന് പറയുന്നത് എന്താ? 4 ആണല്ലേ? വിച്ച് ഇസ് ലെസ് ദാൻ എന്താ 5. n 5 ആ തന്നിട്ടില്ലേ? സോ 4 എന്ന് പറയുന്നത് ഷുഡ് ബി 4 is less than 5. സോ അതും പ്രശ്നമല്ലേ? സോ അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. നെസസറിലി ട്രൂ ആവണം ഒരു നിർബന്ധമില്ല. ഈ കേസിൽ ഇങ്ങനെയാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ n 5ഉം 2 റെഗുലർ ഗ്രാഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓപ്പോസിഷൻ കിട്ടും. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ കേസിൽ നമ്മുടെ ഹാമിൽട്ടോണിയൻ ഗ്രാഫിൻ്റെ ഡിഗ്രി കൊളായില്ലേ? ഡിഗ്രി കൊളായി. ഇവിടെ സം ഡിഗ്രി ഓഫ് അഡ്ജസൻ്റ് പെയർ നമ്മുടെ ഓർസ് തിയറം ആണ് ഇവിടെ കാണിച്ചേക്കണം. ഓർസ് തിയറത്തിൻ്റെ സംഭവം കൊളായി. ഓക്കെ, അതാണ് സംഭവം.
ഇനി സോ അത് ഡിറാക്സ് തിയർ ആയിരുന്നു. ഇനി നമുക്ക് ഇത് കുറച്ച് ഇനി പഠിക്കാൻ പോകുന്ന ഒരു സിമ്പിൾ സാധനമാണ്. ഒരു ഭയങ്കര എനിക്കിഷ്ടമുള്ള സാധനമാണ്. ദാറ്റ് ഈസ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. എന്താ ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം? ഓക്കെ, സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതൊരു സ്റ്റോറി പോലെ എടുത്താൽ മതി. ഒരു സെയിൽസ്മാൻ ഉണ്ട്. ഹി ഹാസ് ടു വിസിറ്റ് നമ്പർ ഓഫ് സിറ്റീസ് നമുക്ക് ട്രാവൽ ചെയ്യണം. ഓക്കെ, when the distance between the cities, what order should he travel so that to visit every city precisely once? ഒറ്റൊരു വട്ടേ ഒരു സിറ്റി കാണുന്നു ആൾക്ക്. ഓക്കെ, ആൻഡ് റിട്ടേൺ ഹോം വിത്ത് മിനിമം മൈലേജ് ട്രാവൽ. മിനിമം മൈലേജിൽ ഇയാൾക്ക് തിരിച്ച് വീട്ടിലെത്തും വേണം. അതായത് ട്രാവൽ ചെയ്ത് ഇയാൾക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്നർത്ഥം. റെപ്രസെൻറ്റിങ് ദ സിറ്റീസ്, നമ്മൾ ഇവിടുത്തെ സിറ്റീസ് എന്ന് പറയുന്നത് എന്താക്കിയെടുക്കും? വേർട്ടെക്സ് ആക്കി എടുക്കും. ഇതിലെ റോഡ്സ് ഇല്ലേ, അത് നമ്മൾ എന്താക്കിയെടുക്കും? എഡ്ജസ് ആക്കി എടുക്കും. ഓക്കെ, എഡ്ജസ് നമുക്ക് ഇ ഓഫ് ജെ എന്ന് പറഞ്ഞെടുക്കാമല്ലോ, അസോസിയേറ്റഡ് വിത്ത് ദ ഡിസ്റ്റൻസ്. നമുക്കിതിപ്പോൾ ഇനി വെയിറ്റ് ആയിട്ട് കറസ്പോണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വെയിറ്റിനെ വെച്ചിട്ട് ഡബ്ല്യു ഓഫ് ഇ ഓഫ് ജെ, ആൻഡ് നമുക്കപ്പോൾ എന്തായി മാറും? വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ബി എ വെയ്റ്റഡ് ഗ്രാഫ്, റൈറ്റ്? വെയ്റ്റഡ് ഗ്രാഫായി. ഹാപ്പി? ഇനി if each of the cities has roads to each other cities, the graph, okay, ഒരു സിറ്റിന്ന് ബാക്കി എല്ലാ സിറ്റീസിക്കും റോഡ് ഉണ്ട് എങ്കിൽ അത് എന്തായി മാറി? കണക്റ്റഡ് ഗ്രാഫായി അല്ലേ? കണക്റ്റഡ് ഗ്രാഫായി. കണക്റ്റഡ് അല്ല കേട്ടോ, സോറി, ഐ എം വെരി സോറി, ഇറ്റ്സ് എ കംപ്ലീറ്റ് വെയ്റ്റഡ് ഗ്രാഫ്. ഇതെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് വെയ്റ്റഡ് ഗ്രാഫായി. എങ്ങനെയാ വെയ്റ്റഡ് ഗ്രാഫായി? നമ്മൾ പറഞ്ഞില്ലേ, ഡബ്ല്യു ഓഫ് വി ജെ കൊടുത്തു ഇല്ലേക്ക്. അപ്പോൾ ഇവിടെ ഒരു 100 കിലോമീറ്റർ 80 കിലോമീറ്റർ പറഞ്ഞിട്ട് ഇങ്ങനെ വരുവാണ് നിൽക്കുക. The total number of different no edge disjoint circuits എന്ന് പറയുന്നത്, എഡ്ജ് ഡിസ്ജോയിന്റ് അല്ലാത്ത സർക്യൂട്ട്സ് എന്ന് പറയുന്നത് n-1/2 ബൈ n sorry I'm really sorry, I'm making so many mistakes. Okay, n-2 ഇത്ര നമ്പർ ഓഫ് n-1/2 മോഡൽ ഫാക്ടോറിയൽ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ആണ് ഉണ്ടാവുക, എഡ്ജ് ഡിസ്ജോയിന്റ്. ഒരു കംപ്ലീറ്റ് ഗ്രാഫ്, നമ്മുടെ കയ്യിൽ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ഉണ്ട്. ഈ കംപ്ലീറ്റ് ഗ്രാഫിൽ എന്താ പറയുക? ഇറ്റ് ഹാസ് n vertices, റൈറ്റ്? n vertices ഉണ്ട്. ദിസ് ഫോളോ ഫ്രം ദ ഫാക്ട് ദാറ്റ് സ്റ്റാർട്ടിങ് ഫ്രം എനി വേർട്ടെക്സ് വി ഹാവ്, നമ്മൾ ഏത് വേർട്ടെക്സിലും തുടങ്ങിയാലും n-1 എഡ്ജസ് ആണ് ഉള്ളത്. ടു ചൂസ് ഫ്രം ദ ഫസ്റ്റ് വേർട്ടെക്സ്, നമ്മൾ ആദ്യത്തെ വേർട്ടെക്സ്, ഇത് നമ്മുടെ ആദ്യത്തെ വേർട്ടെക്സ് ആയിരുന്നു. n-2 എഡ്ജസ് ഫ്രം സെക്കൻഡ് വേർട്ടെക്സ്. സെക്കൻഡ് വേർട്ടെക്സിൽ നിന്ന് n-2 ആണ്. n-3 എഡ്ജിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? തേർഡ് വേർട്ടെക്സ് കിട്ടി. ഇങ്ങനെ പോവും, റൈറ്റ്? അതുകൊണ്ടാണ് ഇത് ഇൻഡിപെൻഡൻ്റ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് n-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞത്. ഓക്കെ, പോസിബിൾ നമ്പർ ഓഫ് ചോയ്സസ് ആയിട്ട് വന്നത്. ഇൻ ദിസ് n-1 സർക്യൂട്ട്, ഈച്ച് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്, ഈ n-1ൽ ഓരോ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സും എന്താണ്? ട്വൈസ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ n-1 ഫാക്ടോറിയൽ ബൈ 2 എടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റ് നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് സംതിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്.
ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്ക് എല്ലാ സിറ്റീസും കണ്ട് മിനിമം മൈലേജിൽ വീട്ടിലേക്ക് തിരിച്ചെത്തണം. നമ്മൾ സിറ്റീസ് വി ആക്കി എടുത്തു, റോഡ്സ് ഇ ആക്കി എടുത്തു, എഡ്ജിന് വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെയ്റ്റഡ് ഗ്രാഫ് ആക്കി. എല്ലാ സിറ്റീസിൽ നിന്നും റോഡ് എല്ലാ സിറ്റിക്കും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് വെയ്റ്റഡ് ഗ്രാഫായി. n-1/2 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ഉണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫിൽ n-1 എഡ്ജ് ആദ്യത്തെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വേർട്ടെക്സിക്കായി, n-2 എഡ്ജ് സെക്കൻഡ് വേർട്ടെക്സിക്കായി, n-3 എഡ്ജസ് തേർഡ് വേർട്ടെക്സിക്കായി. n-1/ഫാക്ടോറിയൽ എന്ന് പറഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ്. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നത് കാരണം കൊണ്ടാണ് n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. സോ നമ്മുടെ ഗ്രാഫ്സ് എന്ന് പറഞ്ഞ പോർഷൻ ഇവിടെ തീരുവാണ്. സോ നമ്മൾ diagraph വെച്ച് തുടങ്ങണം. So in the next video we will start the diagram.